KSEB Office Association അതിനുവേണ്ടി അവരെ ക്ഷണിച്ചു. സൗണ്ട് കുറയ്ക്കാം. കുറച്ച് ഇങ്ങോട്ട് മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഫീസർ അസോസിയേഷന്റെ 24ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നടന്നു പോകുന്ന രണ്ടാമത്തെ സെമിനാറാണ്. നവകേരളവും വൈദ്യുതി വികസനം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വിഷയം അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിഷയം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് ഇവിടെ ഉദ്ഘാടകൻ ഈ വിഷയം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വിഷയം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം നവകേരളം എന്ന ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. ഈ യാത്രയിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് വൈദ്യുതിയുടെ വികസനം. കാരണം ഇപ്പോ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അളവുകോല് എന്ന നിലയിലേക്ക് വൈദ്യുതിയുടെ സുതാര്യമായിട്ടുള്ള വിതരണത്തിന് വലിയ പങ്കാണ് വന്നിട്ടുള്ളത്. ഒരു കാലഘട്ടത്തില് വൈദ്യുതി എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആയിരുന്നെങ്കിൽ അവിടെ നിന്നിട്ടാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പോലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് മാറാൻ സാധിച്ചു. അതോടൊപ്പം നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ മഹാപ്രളയങ്ങൾ ഉൾപ്പെടെയുള്ള നാച്ചുറൽ കലാമിറ്റി സമയത്തും അതിവേഗതയിൽ വൈദ്യുതി റീസ്റ്റോർ ചെയ്ത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ആ നിലയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ വൈദ്യുത മേഖലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ നിരവധി പങ്ക് നൽകാം. വൈദ്യുതിയുടെ ആവശ്യകതയെ കുറിച്ചും അതിന്റെ വരുന്ന വർധനവിനെ കുറിച്ചൊക്കെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ നിലയിലുള്ള വൈദ്യുതിയുടെ ആവശ്യകത നിറവേറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഉദ്ദേശം. അത് നാച്ചുറലായിട്ട് വരുന്ന അവരുടെ വൈദ്യുതി ഉപഭോഗത്തിനുള്ള വർധനവിനെ കണക്കാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുക. ഇതായിരുന്നു ഇത്രയും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. എന്നാൽ അതിലൊക്കെ ചെറിയ മാറ്റം വരും. അത്തരത്തിലുള്ള വൈദ്യുതി ആവശ്യകതയ്ക്ക് അപ്പുറം വലിയ രൂപത്തിലുള്ള ഒരു എനർജി ട്രാൻസിഷന്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ക്ലൈമറ്റ് വേരിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളുടെ പശ്ചാത്തലത്തിൽ ലോകത്താകമാനം എല്ലാ ഊർജ രൂപങ്ങളും വൈദ്യുതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ ഊർജ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതത്തിനുള്ള ഊർജം, വലിയ ഇൻഡസ്ട്രിയൽ ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഊർജം, മറ്റ് പാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഊർജം, ഇതെല്ലാം തന്നെ വൈദ്യുതിയിലേക്ക് മാറ്റപ്പെടുന്നു. വൈദ്യുത ഊർജം നോൺ ഫോസിൽ ഊർജമായിട്ട് മാറ്റപ്പെടുന്നു. ഇതിന് ടിൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ട്രാൻസിഷൻ ഇപ്പൊ ഈ മേഖല വിധേയമായി കൊണ്ടിരിക്കുന്നു. മുഴുവൻ ഊർജങ്ങളും വൈദ്യുതിയിലേക്ക് മാറ്റപ്പെടുന്നു. വൈദ്യുത ഊർജം നോൺ ഫോസിൽ ഊർജത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇപ്പൊ ഇന്ത്യയിലെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാലും വ്യത്യസ്തമല്ല. ഇന്ത്യയിലും ആ നിലയിലുള്ള എനർജി ട്രാൻസിഷൻ വലിയ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മൊത്തം ഊർജ ഉപഭോഗത്തിന്റെ ഏതാണ്ട് 21% മാത്രമാണ് വൈദ്യുത ഊർജം. എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഏതാണ്ട് 2050 എത്തുമ്പോൾ 50% വർദ്ധിക്കാനായിട്ട് സാഹചര്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള നോൺ ഫോസിൽ വൈദ്യുത ഊർജത്തിലേക്ക് രാജ്യം മാറ്റപ്പെടുന്നു എന്നുള്ളത്. ഇതിന്റെ പ്രതിഫലനം നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാവും. ഇത്തരത്തിലുള്ള എനർജി ട്രാൻസിഷൻ നമ്മുടെ സംസ്ഥാനത്തും നടന്നു പോകുന്നുണ്ട്. അത് ആ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ആവശ്യകതയിൽ വലിയ രൂപത്തിലുള്ള വർധനവുണ്ടാവും. എനർജി ട്രാൻസിഷൻ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഫോസിൽ അടിസ്ഥാനത്തിലുള്ള എനർജിയെ നോൺ ഫോസിലേക്ക് മാറ്റപ്പെടുന്നു. നോൺ ഫോസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 2 ഊർജ്ജ മാർഗത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ഒന്ന് പുനരുപയോഗ ഊർജ്ജ മാർഗത്തിലേക്കും മറ്റൊന്ന് ന്യൂക്ലിയർ അടിസ്ഥാനത്തിലുള്ള ഊർജ്ജ മാർഗത്തിലേക്കും മാറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ തരത്തിൽ ഒരു എനർജി ട്രാൻസിഷന് വിധേയമാകുന്നു. ആ ട്രാൻസിഷനെ നമ്മൾ നോൺ ഫോസിലേക്ക് മാറ്റപ്പെടും. ആ ട്രാൻസിഷന് നോൺ ഫോസിലേക്ക് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ മുമ്പിൽ 2 തരത്തിലുള്ള ചലഞ്ചസ് ആണ് സൃഷ്ടിക്കുന്നത്. ഒന്ന്, ഇത് നടപ്പിലാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നടപ്പിലാക്കി എടുക്കുമ്പോൾ നയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വൈദ്യുതി ഭരണഘടനാ പ്രകാരമായിട്ട് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ മേല് നയങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും അവകാശമുണ്ടാകും. ഇത്തരം നയങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങളും നമ്മളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച നയപരമായിട്ടുള്ള ചില ചലഞ്ചസ്. വൈദ്യുതി നിയമം 2003 നടപ്പിലാക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ വിതരണ കമ്പനികളൊക്കെ തന്നെ രാജ്യത്തെ വൈദ്യുത യൂട്ടിലിറ്റി വിഭജിക്കണമെന്ന് ആ വിഭജിച്ച ഇതിലെ വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള ഒരു നയം രൂപപ്പെട്ടു വന്നു. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരം നയങ്ങളുടെ ഒരു പ്രതിഫലനം നമുക്കും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അന്നത്തെ നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തിയുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് നമുക്ക് ഒറ്റ സ്ഥാപനമായിട്ട് തന്നെ തുടർന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം വീണ്ടും ഈ മേഖലയിൽ അതിരൂക്ഷമായിട്ടുള്ള സ്വകാര്യവൽക്കരണ നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുന്നുണ്ട്. അതിലൊന്നാണ് വൈദ്യുതി നിയമ ഭേദഗതി. മറ്റൊന്നാണ് ഇപ്പോ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച സ്മാർട്ട് മീറ്റർ പോലുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അധിക ബോറോയിങ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കണം. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നയങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത്തരം നയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ ഈ എനർജി ട്രാൻസിഷൻ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ട്രാൻസിഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ സെക്ടർ ജനകീയമാകുന്നു. ഈ സെക്ടർ സ്വകാര്യവൽക്കരിക്കപ്പെടും. യഥാർത്ഥത്തിൽ നവകേരളം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവ് കുറഞ്ഞ രീതിയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും, അതായത് വാണിജ്യ ആവശ്യം, ഗതാഗത ആവശ്യം, വ്യവസായ ആവശ്യം, സേവന ആവശ്യം, ഗാർഹിക ആവശ്യം, ഇതൊക്കെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗുണമേന്മയുള്ള വൈദ്യുതി വെച്ച് നിറവേറ്റുക എന്നുള്ളതാണ്. അതിൽ ഈ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. കാരണം സ്വകാര്യവൽക്കരിച്ച മേഖലകളിലൊക്കെ തന്നെയുള്ള സേവനങ്ങളും വൈദ്യുതിയുടെ നിരക്കുകളും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്, വളരെ കൂടുതലുണ്ട്. അപ്പൊ ആ നിലയിലേക്ക് മാറ്റപ്പെടാനായിട്ട് നമുക്ക് പറ്റില്ല. യഥാർത്ഥത്തിൽ നവകേരളം എന്താണോ ലക്ഷ്യം വെക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഇത്തരം നയങ്ങൾ നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആ ഗുണം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് ഒരു പ്രശ്നം. അപ്പൊ അത് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എനർജി ട്രാൻസിഷൻ നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച എനർജി ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന നയപരമായിട്ടുള്ള ചലഞ്ചസ്. മറ്റൊന്ന് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ഇപ്പൊ സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചു, നമ്മുടെ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകത ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ വൈദ്യുത ഉപഭോഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 115 മില്യൺ യൂണിറ്റാണ് ഒരു ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ ഉപഭോഗം. ഏതാണ്ട് ആവശ്യകത എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5790 മെഗാവാട്ട്. അത് നമ്മൾ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ആവശ്യം ഇനിയും ഉണ്ടായിരുന്നു, പക്ഷെ കൊടുക്കാനായിട്ടുള്ള
മാർഗമില്ലാത്തത് കൊണ്ട് ചില നിയന്ത്രണങ്ങൾ, ചില ഫീഡറുകളുടെയും ചില ട്രാൻസ്ഫോമറുകളിലേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കൊടുത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 6000 മെഗാവാട്ടിന് മുകളിലുള്ള പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്നാണ് എനർജി ട്രാൻസിഷന്റെ ഒരു ഇമ്പാക്റ്റും കൂടി വരുമ്പോൾ ഈ വൈദ്യുതിയുടെ ഉപഭോഗം ഏതാണ്ട് നിലവിലുള്ള, ഇതിപ്പോ ഒരു പ്രതിവർഷം നമ്മുടെ വൈദ്യുതി ഉപഭോഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാലങ്ങളായിട്ട്, ഇപ്പൊ കോവിഡിന്റെ പിരീഡ് ഒരു എക്സെപ്ഷണൽ കാരണം, അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഉപഭോഗം ഒരു 5% വർധനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പീക്ക് ഡിമാൻഡിൽ 5% വർധനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ വർധനവിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 33,000 മില്യൺ യൂണിറ്റിന്റെ വൈദ്യുതി ആവശ്യകത 24-25 നമുക്ക് വന്നത്. അവിടെ നിന്ന് ഈ 5% എന്നുള്ള കൺവെൻഷണൽ ഗ്രോത്തിനപ്പുറം എനർജി ട്രാൻസിഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു വർധനവും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഒരു രൂപത്തിലുള്ള ഏതാണ്ട് 60,000 മില്യൺ യൂണിറ്റോളം വൈദ്യുതിയുടെ ആവശ്യകത ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം 2030 അത് ഏറ്റവും കുറഞ്ഞത്, അതായത് നമ്മൾ ഈ പറഞ്ഞ എനർജി ട്രാൻസിഷൻ ആ നിലയിലേക്ക് ത്വരിതപ്പെട്ടില്ലെങ്കിൽ കൂടി ഏറ്റവും കുറഞ്ഞത് ഒരു 42,000 മില്യൺ യൂണിറ്റെങ്കിലും അത് വരും. അതായത് 42,000-60,000 മില്യൺ യൂണിറ്റിനിടയിലേക്ക് നമ്മുടെ വൈദ്യുത ആവശ്യകത മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ള നമ്മുടെ വൈദ്യുതിയുടെ ഡിമാൻഡ് ഞാനിപ്പോ പറഞ്ഞ, നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഏതാണ്ട് 6000 മെഗാവാട്ടോളം നമുക്ക് യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ വൈദ്യുതിയുടെ ആവശ്യകത 2030 എത്തുമ്പോൾ ഏതാണ്ട് 10,000 മില്യൺ യൂണിറ്റോളം വൈദ്യുതിയിലേക്ക് നമ്മൾ എത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇത് നമുക്ക് നിറവേറ്റി പോകണം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുള്ള ഈ 6000 മെഗാവാട്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇപ്പോ ഒരു ദിവസം വന്നിട്ടുള്ള 115 മില്യൺ യൂണിറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ നിറവേറ്റുന്നു, ഇതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് കണ്ടാൽ മാത്രമേ ഭാവിയിലേക്കുള്ള ഊർജ്ജ ആവശ്യകത ഏത് നിലയിലേക്ക് നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നിലവിൽ നമ്മുടെ കേരളത്തിന്റെ വൈദ്യുതിയുടെ ലഭ്യത പരിശോധിച്ച് നോക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 7000 മെഗാവാട്ടോളമുള്ള ശേഷി നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. 7000 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് ജലവൈദ്യുത പദ്ധതികൾ എല്ലാം കൂടി ചേർന്ന് 2284 മെഗാവാട്ടിന്റെ, താപവൈദ്യുത നിലയങ്ങളിൽ നിന്ന് ഏതാണ്ട് 2138 മെഗാവാട്ടിന്റെയും മറ്റ് ഗ്രൗണ്ട് മൗണ്ട് ചെയ്തിട്ടുള്ള സോളാർ, വിൻഡ് പ്രോജക്റ്റുകളിൽ കൂടി ഏതാണ്ട് 934 മെഗാവാട്ടിന്റെയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ വികേന്ദ്രീകരിച്ചു വരുന്ന സോളാർ വഴി ഏതാണ്ട് 1400 മെഗാവാട്ടിന്റെയും ന്യൂക്ലിയർ പവർ എന്ന നിലയിൽ 369 മെഗാവാട്ടിന്റെയൊക്കെ ശേഷി ചേർന്നിട്ടാണ് നമുക്ക് 7200 മെഗാവാട്ടിന്റെ ആകെ ശേഷി നമുക്ക് വരുന്നത്. എന്നാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനിടയിൽ വരും. ഒന്ന്, ഈ പറഞ്ഞ ശേഷി പൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ വൈദ്യുതിയുടെ ഉപഭോക്താക്കളുടെ ഒരു മിക്സ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മിക്സിൽ മേജറായിട്ട് നിൽക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളാണ്. അപ്പൊ ഗാർഹിക ഉപഭോക്താക്കൾ ആയതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ആവശ്യകത ഏറ്റവും കൂടുതൽ വരുന്നത് രാത്രി സമയത്താണ്. 6 മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ 11 മണി വരെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതിയുടെ ആവശ്യകത വരുന്നത്. അത് നമ്മുടെ സ്റ്റേറ്റിനുള്ള ഒരു പ്രത്യേകത, ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഗാർഹിക ഉപഭോക്താക്കൾ വളരെ രൂപത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് അന്തരീക്ഷത്തിലുണ്ടാവുന്ന വ്യതിയാനത്തിന് വളരെ ഡിപ്പെൻഡന്റ് ആണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് വളരെ ഡിപ്പെൻഡന്റ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് വലിയ രൂപത്തിൽ താഴ്ന്നു പോകുന്നു. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഡിമാൻഡ് വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രശ്നമില്ല. കാരണം കുറെ കൂടി ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് ആ നിലയിലേക്ക് അവരുടെ ഒരു ബേസ് കൺസപ്ഷൻ ഉണ്ടാവും. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബേസ് കൺസപ്ഷന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി സമയത്തുണ്ടാകുന്ന വലിയ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിൽ ഈ നേരത്തെ സൂചിപ്പിച്ച സ്രോതസ്സുകളിൽ നിന്നൊക്കെ തന്നെ നമുക്കുള്ള ആ നിലയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എന്നാൽ പകൽ സമയത്ത് നമുക്ക്
ഈ പറയുന്ന രൂപത്തിലുള്ള സ്രോതസ്സുകളുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ വൈദ്യുതി ആവശ്യകത മാറുന്നത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഡിമാൻഡിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആവറേജ് 2700 മുതൽ 3600 മെഗാവാട്ട് വരെയുള്ള ഒരു ആവശ്യകതയാണ് നമുക്ക് പകൽ സമയങ്ങളിൽ വരുന്നത്. എന്നാൽ രാത്രി സമയങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് സമ്മർ മാസങ്ങൾ വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഏതാണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഘട്ടത്തിൽ പോലും ഏതാണ്ട് 6000 മെഗാവാട്ട് വരെ എത്തുന്ന രീതിയിലേക്ക് എത്തി. അല്ലെങ്കിൽ ശരാശരി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 4500 മെഗാവാട്ടിന് മുകളിലേക്കാണ് നമ്മുടെ ശരാശരി ആവശ്യകത പോകുന്നത്. അത് പലപ്പോഴും ചിലപ്പോ ഈ ആവശ്യകത രാത്രി 2 മണി വരെയൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ മുമ്പിൽ എത്തും. ഇവിടെ നമ്മൾ ഈ ആവശ്യകത നിറവേറ്റുന്നതിന് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് യഥാർത്ഥത്തിൽ ലഭ്യമാകുന്ന പവർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1700-1800 മെഗാവാട്ട് ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നും മിച്ചം ഒരു 2000 മെഗാവാട്ടോളം താപവൈദ്യുത നിലയങ്ങളിലാണ് നമുക്കുള്ള കരാറിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3700-3800 മെഗാവാട്ടിനുള്ള വൈദ്യുതിയാണ് നമുക്ക് നിലവിൽ കരാർ പ്രകാരം നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്നിട്ടാണ് ബാക്കി നമ്മൾ കമ്പോളങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങിച്ച് ഈ പറയുന്ന 6000 മെഗാവാട്ടിന്റെ ആവശ്യകത നമ്മൾ നിറവേറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എനർജി ട്രാൻസിഷൻ ഉണ്ടാകുകയും ഇവിടെ നിന്നാണ് നമ്മുടെ വൈദ്യുതി ആവശ്യകത എങ്ങോട്ട് പോകുന്നത് 2030 എത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടാകേണ്ട ഏതാണ്ട് ഇരട്ടിയോളം എന്ന് പറഞ്ഞാൽ 6000 മെഗാവാട്ട് വരുന്നത് ഏതാണ്ട് 10000 മെഗാവാട്ടിന് മുകളിലേക്ക് പോവുക. അത് നിറവേറ്റുന്നതിൽ വലിയൊരു ചലഞ്ച്, സാങ്കേതികമായ ചലഞ്ച്, എനർജി ട്രാൻസിഷന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ചലഞ്ചാണ് ഈ ചലഞ്ച് മറികടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള വൈദ്യുതി ഉൽപാദനം നമുക്ക് ഇവിടെ നടന്നു പോകണം. ആഭ്യന്തരമായിട്ടുള്ള വൈദ്യുതി ഉൽപാദനം നടന്നു പോകണം എന്ന് പറയുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയങ്ങളിൽ ആഭ്യന്തരമായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ഉണ്ടാകുന്ന പീക്ക് ഡിമാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന നിലയിലുള്ള ഊർജ സ്രോതസ്സുകൾ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ആതിരപ്പള്ളി പോലുള്ള പദ്ധതികളുടെ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഇതില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം വില കൂടിയ വൈദ്യുതി. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രാത്രി സമയത്ത് കമ്പോളത്തിൽ വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് മുകളിൽ, അതായത് ഹൈ പ്രൈസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ 10 രൂപയ്ക്ക് മുകളിലാണ്. അത് മാത്രമല്ല പലപ്പോഴും വൈദ്യുതി കിട്ടാറില്ല. നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യ കമ്പോളത്തില് നല്ല ഡിമാൻഡുള്ള ദിവസങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന വൈദ്യുതിയുടെ 25% പോലും ക്ലിയർ ചെയ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പോലും വൈദ്യുതി കിട്ടാത്ത സാഹചര്യങ്ങളാണ് രാത്രി സമയത്ത് ഉണ്ടാകുന്നത്. ആ സാഹചര്യം മറികടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോറേജ് ബേസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ നമുക്കിവിടെ വരേണ്ടതായിട്ടുണ്ട്. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പകൽ സമയത്ത് നമുക്ക് ലഭ്യമാകുന്ന വൈദ്യുതി കുറെ കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോ സംസ്ഥാനത്തിന് തന്നെ ഇപ്പോ വലിയ രൂപത്തിലുള്ള സ്റ്റോറേജ് സംവിധാനത്തിലേക്ക് KECB മാറപ്പെട്ടിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ വൈദ്യുതിയുടെ ഊർജം കൈകാര്യം ചെയ്യുന്ന KECB ആണ്. ആ നിലയിലാണ് KECB നമ്മൾ KECB-കാരായതുകൊണ്ട് മാത്രമല്ല. മൈലാട്ടിയിൽ ഇപ്പൊ നമ്മളിപ്പോ എനർജി സ്റ്റോറേജിന്റെ സംവിധാനം ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാസർഗോഡിലെ മുല്ലേരിയ, അരീക്കോടിൽ സബ്സ്റ്റേഷനിൽ, പോത്തങ്കോട് സബ്സ്റ്റേഷനിൽ, ശ്രീകണ്ഠാപുരത്ത്, ബ്രഹ്മപുരത്ത് ഉൾപ്പെടെ സ്റ്റോറേജിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. അതൊരു മാർഗമാണ്. ഒരു ഹ്രസ്വകാല രീതിയിൽ നമ്മുടെ പീക്ക് ഡിമാൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അതിനപ്പുറം വലിയ രൂപത്തിലുള്ള പമ്പഡ് സ്റ്റോറേജ് പോലുള്ള പദ്ധതികൾ വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരിച്ച് സ്റ്റോറേജ് സംവിധാനങ്ങൾ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊസ്യൂമേഴ്സ് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അത്തരത്തിൽ സംഭരിച്ചുകൊണ്ട് പീക്ക് സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനുള്ള പവർ നമുക്ക് ലഭ്യമാകില്ല, എനർജി ട്രാൻസിഷൻ നടക്കില്ല. എന്നും ലോകത്തിന് മാതൃകയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനം ഇതിന് എനർജി ട്രാൻസിഷൻ യഥാർത്ഥത്തിൽ ചുക്കം പിടിക്കേണ്ടതാണ്.
അത് നടക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള വൈദ്യുതി നമുക്കിവിടെ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ രൂപത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള ജനകീയ പിന്തുണ ഉണ്ടായി വരേണ്ടതാണ്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അവരുടെ വൈദ്യുതി ആവശ്യകത അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനുള്ള പദ്ധതികളാണ്. ആ നിലയിലേക്ക് നമ്മുടെ പദ്ധതികൾ രൂപപ്പെട്ടു വരേണ്ടതാണ്. എന്നാൽ പദ്ധതികൾ രൂപപ്പെടുന്നതിനോടൊപ്പം തന്നെ പൂർണ്ണമായും നമുക്ക് ആഭ്യന്തരമായിട്ട് ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ട് മുഴുവൻ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാനായിട്ട് പറ്റില്ല. കാരണം പദ്ധതികൾ സ്ഥാപിച്ചു വരുന്നതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. പദ്ധതികൾക്ക് അനുമതികൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പൊതു ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. അത്തരം സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്തു നിന്ന് വൈദ്യുതി ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു മാർഗം. ഇത് രണ്ടാമത്തെ സാങ്കേതികമായിട്ടുള്ള ചാലഞ്ച്, എനർജി ട്രാൻസിഷൻ. പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുക എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഇപ്പോ പുറത്തു നിന്ന് സംസ്ഥാനത്തിനകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തർ സംസ്ഥാന പ്രസരണ ലൈനുകൾ ഏതാണ്ട് 8ഓളം ലൈനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 8ഓളം ലൈനുകളുടെ ആകെ ശേഷി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 7000 മെഗാവാട്ടോളം നമുക്ക് ഒരു ലഭ്യത, പുറത്തുനിന്ന് പവർ കൊണ്ടുവരേണ്ട ഒരു ശേഷിയുണ്ട്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുവരാനായിട്ട് അനുവദിച്ചിട്ടുള്ളത് 4260 മെഗാവാട്ടാണ്. അത് ഈ ഒരു അടുത്ത കാലത്ത് കുറെ കൂടി നമ്മൾ പ്രഷറൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് 4455 മെഗാവാട്ട് വരെ കൊണ്ടുവരാനായിട്ട് സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ്ട് 4455 മെഗാവാട്ടേ അധികം നമുക്ക് പരമാവധി നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന 2000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6500 മെഗാവാട്ടിന് താഴെയാണ് നമുക്ക് എല്ലാം വന്നാലും നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവസ്ഥ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഈ നോർത്ത് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് സൂചിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. സംസ്ഥാനത്തുണ്ടാകുന്ന വൈദ്യുതിയുടെ ആവശ്യകതയുടെ 1/3 ഉണ്ടാകുന്ന നോർത്ത് ജില്ലയിലാണ്, നോർത്തേൺ റീജിയനിൽ. എന്ന് പറഞ്ഞാൽ 6000 മെഗാവാട്ടിനടുത്ത് വൈദ്യുതിയുടെ ആവശ്യകത വന്ന സമയത്ത് നോർത്തേൺ റീജിയനിൽ മാത്രമായിട്ട് 2000 മെഗാവാട്ടിന് മുകളില് നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത ഉണ്ടായിരുന്നു. നോർത്തേൺ റീജിയനെ സംബന്ധിച്ചിടത്തോളം ഉള്ള മേജർ ഒരു നമ്മുടെ ഒരു ഇൻട്രാസ്റ്റേറ്റ് ലൈൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള ഒരു ലൈൻ എന്ന നിലയിൽ സംസ്ഥാനത്തിനകത്ത് ഉള്ള ഓക്കെ, അപ്പം ഏതാണ്ട് 2000 മെഗാവാട്ടോളമുള്ള എനർജി ആവശ്യകതയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 6000 മെഗാവാട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത് സംസ്ഥാനത്തിനകത്തുള്ള നോർത്തേൺ സൈഡിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ലൈനില് അരീക്കോട് കാഞ്ഞങ്ങോട് ലൈനില് യഥാർത്ഥത്തിൽ ആ സമയത്ത് തെർമൽ ലിമിറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണ്ട് 550 മെഗാവാട്ടോളം പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ലൈനിലേക്ക് ഏതാണ്ട് തെർമൽ ലിമിറ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 6000 മെഗാവാട്ട് ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ ഈ ലൈൻ ഓവർലോഡ് ആകുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അപ്പം 2 പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ ലൈനുകളിൽ ചില കൺജക്ഷൻ രൂപപ്പെടുന്നുണ്ട്. 2, സംസ്ഥാനത്തിനകത്തുള്ള ലൈനുകളിലും പ്രസരണ ശൃംഖല ലൈനുകളിലും ചില കൺജക്ഷൻ രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ അന്തർ സംസ്ഥാന ലൈനുകളിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന കൺജക്ഷൻ പരിഹരിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉടുപ്പി കാസർഗോഡ് ലൈൻ. കാരണം ഉടുപ്പി കാസർഗോഡ് ലൈനിന്റെ ആ ഭാഗമായിട്ട് ഉടുപ്പി കാസർഗോഡ് ലൈൻ വരികയും കരിന്തളത്ത് നമ്മുടെ സബ്സ്റ്റേഷൻ രൂപപ്പെടുകയും വയനാട് സ്വിച്ചിങ് സ്റ്റേഷൻ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ റിലീഫ് ഉണ്ടാകുന്നത് നമ്മുടെ അരീക്കോട് കാഞ്ഞങ്ങോട് ലൈനാണ്. അതിന്റെ മെച്ചം മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുകയും നമുക്ക് യഥാർത്ഥത്തിൽ അരീക്കോട് കാഞ്ഞങ്ങോട് ലൈനാണ് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് മേഖലകളുടെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. അതിനൊരു റിലീഫ് വരും. അപ്പം ഇവിടെ യഥാർത്ഥത്തില് നമ്മൾ നോക്കണമെങ്കിൽ ആ പദ്ധതി വലിയ രൂപത്തിലേക്ക് ഇഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയങ്ങളാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ
നമുക്ക് ഈ നിലയിലുള്ള ഇന്റർസ്റ്റേറ്റിന്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ 10,000 മെഗാവാട്ട് എന്നുള്ള നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് ഒരു മാർഗവുമില്ല. ശരിക്ക് അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്ക് മൈസൂർ കാസർഗോഡ് നമ്മുടെ കോഴിക്കോട് ലൈനിനെ നമ്മുടെ വയനാട് എത്തിച്ച് വയനാടിലെ മാനന്തവാടിയിലെ സ്വിച്ചിങ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് നമ്മുടെ കരിന്തളം വരെയുള്ള ഭാഗത്തേക്ക് ലൈന് കൊടുത്താൽ മാത്രമേ ഇന്റർസ്റ്റേറ്റിന്റെ ശേഷി കൂട്ടുന്നത് പ്രധാന ഘടകം നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു പോകുന്നത് ഇത് ശരിക്കും ഇത് ഒരു രീതി മാത്രമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ചെയ്യുന്ന മറ്റു രീതികളുണ്ട്. അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ പറഞ്ഞ ഇന്റർസ്റ്റേറ്റ് ICTകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് പര്യാപ്തമാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർസ്റ്റേറ്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോവുകയായിരിക്കും ചെയ്യും. ഇവിടെ ഈ നോർത്ത് റീജിയൻ ആയതുകൊണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസർ റെഗുലേറ്ററി കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓഫീസിലാണ്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്കിള് നമ്മുടെ തിരൂര് ഈ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ 22ഓളം വൈദ്യുതി കണക്ഷനുകൾ പെൻഡിങ് ആണ്. എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയൽ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 22ഓളം കണക്ഷനുകളാണ് കൊടുക്കാൻ പറ്റാതെ പോയത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ഏതാണ്ട് ഒത്തിരി നാളുകളുണ്ട് പഴക്കമുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് കൊടുക്കുന്നതിന് ഭാഗമായിട്ടുള്ള സബ്സ്റ്റേഷനുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ST ഫീഡേഴ്സ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഇത് സൂക്ഷ്മമായി പരിശോധിച്ചു എന്താണ് ഇതിന്റെ കാരണം നോക്കിയപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് പ്രധാനമായിട്ട് 4 സബ്സ്റ്റേഷനുകൾ ആ റീജിയനിൽ വരേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇങ്കലിന്റെ സബ്സ്റ്റേഷൻ, മറ്റൊന്ന് കുന്നുംപുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്സ്റ്റേഷൻ, വെണ്ണിയൂര്, വേങ്ങര. ഈ 4 സബ്സ്റ്റേഷനുകൾ വന്നാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആ പ്രശ്നം പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട വേങ്ങര സബ്സ്റ്റേഷൻ ദൗർഭാഗ്യകരമായിട്ട് പബ്ലിക് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുക്കൽ ഒരു തടസ്സപ്പെട്ട് ഇപ്പം കോടതി വ്യവഹാരത്തിൽപ്പെട്ട് കിടക്കുക. അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്കത് ആ സബ്സ്റ്റേഷൻ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുന്നുംപുറം സബ്സ്റ്റേഷൻ ഇതുപോലെ തന്നെ നമുക്ക് വലിയ രൂപത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കുക. ആ കുന്നുംപുറം സബ്സ്റ്റേഷനിലേക്കുള്ള ലൈനിൽ വലിക്കുന്നതിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള തടസ്സം നേരിടുകയും അതിന്റെ ഭാഗമായിട്ട് അത് ആ സബ്സ്റ്റേഷന്റെ വർക്കിൽ വലിയ കാലതാമസം വരികയും ചെയ്തു. ഇങ്കലും വെണ്ണിയൂരും അതിന്റെ വർക്ക് ഇപ്പം ഇങ്കലം നടന്നുകൊണ്ടിരിക്കും, വെണ്ണിയൂർ തീരും. യഥാർത്ഥത്തിൽ ഇത് വന്നാൽ മാത്രമേ ആ മേഖലകളിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രശ്നം കാസർഗോഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രശ്നം അനന്തപുരം എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെ നമുക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അനന്തപുരം എസ്റ്റേറ്റിന് സപ്ലൈ ഫീഡ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അനന്തപുരം 33 kV സബ്സ്റ്റേഷനാണ്. അത് കൊടുക്കുന്നത് വിദ്യാനഗർ സബ്സ്റ്റേഷൻ എന്നാണ്. വിദ്യാനഗർ സബ്സ്റ്റേഷനെ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ മൈലാട്ടി സബ്സ്റ്റേഷൻ എന്നാണ്. മൈലാട്ടി വിദ്യാനഗർ ആ ഫീഡറിന് അതെന്ന് പറഞ്ഞാൽ പഴയ ഫീഡറാണ്, സിംഗിൾ ലൈൻ ഫീഡറാണ്. ആ ഫീഡറിന് ഓവർലോഡ് ഉണ്ടായിട്ട് ഫീഡറിലെ കണ്ടക്ടർ മാറ്റിയിടാന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് സോഴ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കാരണം കാസർഗോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയാണ്. അവിടെ വളരെ കുറച്ച് കിട്ടുന്നു പവർ. പിന്നെ പൈവേളിക്ക് അമ്പലത്തറയാണ് 50 മെഗാവാട്ടുള്ള സോളാർ സപ്പോർട്ട്. പീക്ക് സമയങ്ങളിൽ രാത്രി സമയത്ത് അതില്ല, ആ സപ്പോർട്ടില്ല. ഇത്തരത്തിലുള്ള ബാക്കപ്പ് പവർ, അതായത് അന്തർ സംസ്ഥാന ലൈനുകളും സംസ്ഥാനത്തിനകത്തുള്ള ലൈനുകളും ശക്തിപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഇന്റർസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും നെറ്റ്വർക്ക് ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു വൈദ്യുതി നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് നെറ്റ്വർക്ക് മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം. അപ്പൊ അതിന് ശരിക്കും സത്യം പറഞ്ഞാൽ അത്തരം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നതിന് ജനകീയമായിട്ടുള്ള ഒരു പിന്തുണ ഈ സെമിനാറിന്റെ ഭാഗമായിട്ടാണ് ആവശ്യപ്പെടുന്നത്. കാരണം
ആഭ്യന്തരമായി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അത്തരം നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പല തരത്തിലുള്ള സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പരിഹരിച്ചു പോകണം. ജനകീയമായി തന്നെ ചേർന്നുകൊണ്ട് വിഷയം പരിഹരിച്ചു പോകണം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് കഴിഞ്ഞു. ഇപ്പൊ പ്രസരണ മേഖലയിൽ നിന്ന് കിട്ടിയ പവർ നമുക്ക് കൺസ്യൂമറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമുക്ക് ശക്തിപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ പലപ്പോഴും പരിശോധിച്ച് നോക്കുമ്പോൾ അതിനൊരു ഒരു റേഡിയൽ സ്വഭാവമുള്ള നെറ്റ്വർക്കുകളാണ്. അപ്പൊ അതിന് ചില പരിമിതികളുണ്ട്. ഈ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ മലപ്പുറം പാക്കേജ്, കാസർഗോഡ് പാക്കേജ്, ഇടുക്കി പാക്കേജ് എന്നുള്ള രൂപത്തിലുള്ള സ്പെഷ്യൽ പാക്കേജസുകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇത് ദ്വിതി എന്നുള്ള ഒരു പദ്ധതിയുടെ കീഴിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പൊ എനിക്ക് തിരൂർ നേരത്തെ സൂചിപ്പിച്ച തിരൂർ തന്നെ ദ്വിതിയുടെ കീഴിൽ ഏതാണ്ട് 175 കോടി രൂപയാണ് ഇപ്പൊ മാറ്റി വെച്ചിരിക്കുന്നത്. മലപ്പുറം പാക്കേജ് വലിയ പ്രശ്നം നിൽക്കുന്ന മലപ്പുറം പാക്കേജ് ഏതാണ്ട് 250 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പാക്കേജസുകൾ നടപ്പിലാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ രൂപത്തിലുള്ള ജനകീയമായിട്ടുള്ള ഒരു പിന്തുണ ഇതിലുണ്ടാവണം. അപ്പൊ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാറ്റിയെടുത്താൽ മാത്രമേ എനർജി ട്രാൻസിഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കൂ. എനർജി ട്രാൻസിഷന്റെ ഭാഗമായിട്ട് മെച്ചപ്പെട്ട സുരക്ഷിതമായ വൈദ്യുതി ജനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ അതില് വലിയ രൂപത്തിലുള്ള ജനകീയമായിട്ടുള്ള ഒരു ഇടപെടൽ അത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഭാവിയിലെ ഊർജ ആവശ്യകതകളെല്ലാം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണോ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ ലോകത്തിന് മാതൃകയായത്, എങ്ങനെയാണോ നാച്ചുറൽ കലാമിറ്റി നടക്കുന്ന സമയത്ത് മാതൃകയായത്, എങ്ങനെയാണോ സാധാരണ ജനങ്ങൾക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ കഴിയാവുന്ന മെച്ചപ്പെട്ട വൈദ്യുതി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ മാതൃകയാകണമെന്നുണ്ടെങ്കിൽ, എനർജി ട്രാൻസിഷൻ മാതൃകയാകണമെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടി അഡ്രസ് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതിനാൽ ഈ വിഷയം ഇന്നത്തെ സദസ്സിന് മുമ്പാകെ ഞാൻ വെക്കുകയാണ്. സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകണം. ജനകീയ പിന്തുണയോടുകൂടി ഈ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കണമെന്നും മാത്രം പറഞ്ഞു നിർത്തുന്നു. ഉദ്ഘാടകൻ സൂചിപ്പിച്ച വിഷയങ്ങളുടെ ഒരു തുടർച്ച നമ്മുടെ അവതരണത്തിൽ വന്നിട്ടുണ്ട്. അവതരിപ്പിച്ച് തുടങ്ങിയത് കേരളം ഇന്ന് കൈവരിച്ചിട്ടുള്ള ഒരു പ്രത്യേക പദവിയുണ്ട്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന വൈദ്യുതി മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു ബദൽ നിലവിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഉദാഹരണമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇവിടെ സൂചിപ്പിക്കേണ്ടത്. പക്ഷെ അങ്ങനെ നമ്മുടെ രാജ്യത്തിനാകെ മാതൃകയായി മികച്ച ഒരു നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വേണ്ട എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റേത് സാങ്കേതികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പറഞ്ഞ കാര്യങ്ങളിൽ ട്രക്സ് പ്രതികരണത്തിന് മുന്നോടിയായിട്ട് മാത്രം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഒന്ന് പോളിസിയാണ്. പോളിസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്താണ്? വൈദ്യുതി കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. കേരളത്തിന്റെ അകത്തുള്ള വൈദ്യുതിയുടെ വികസനം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം ഭരണഘടന കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ, ആ സർക്കാരിന്റെ നയസമീപനങ്ങൾ ഇതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ ആ പ്രാധാന്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് ഷൈൻ സൂചിപ്പിക്കേണ്ടത്. നമ്മൾ സ്വീകരിക്കുന്ന നമ്മളുടെ ബദൽ എന്നുള്ള രൂപത്തിൽ നമ്മുടെ മുന്നോട്ട് പോക്കിന് തടസ്സമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതാണ് നയപരമായ വിഷയങ്ങൾ. സാങ്കേതികമായ വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഒന്ന് നമ്മളിപ്പോ നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ നമ്മുടെ ഉപഭോഗം മീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ആദ്യം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു അല്ലെ? നമ്മുടെ നിലവിലുള്ള കൺസംഷൻ എത്രയാണ്? ഈ കൺസംഷൻ നിറവേറ്റുന്നതിന് നമുക്ക് നിലവിൽ തന്നെ കഴിയുന്നില്ല. അദ്ദേഹം നമ്മുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു. ഹൈഡ്രോ സോഴ്സസ്, തെർമൽ എത്രയാണ്, റിന്യൂവബിൾ എത്രയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൺസ്യൂമർ മിക്സിന്റെ പ്രത്യേകത പറഞ്ഞു. ഈ കൺസ്യൂമർ മിക്സ് കാരണം നമ്മുടെ ലോഡ് കർവിന്റെ ഒരു പെക്യൂലിയാരിറ്റി പറഞ്ഞു. ഈ ലോഡ് കർവ് അനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇപ്പൊ തന്നെ കഴിയുന്നില്ല.
അങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് കഴിയാത്ത നമ്മളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എനർജി ട്രാൻസിഷനിലേക്ക് പോകുന്നത് അല്ലേ. ഇപ്പൊ തന്നെ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ നിൽക്കുന്ന അത് നമ്മുടെ ഒരു ചലഞ്ചാണ്, അത് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ എനർജി ട്രാൻസിഷനിലേക്ക് കൂടി പോവാണ്. അപ്പൊ അതെന്തായി, അത് ഡബിൾ ചലഞ്ച് ആവുകയാണ്. അപ്പൊ ആ എനർജി ട്രാൻസിഷനെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കപ്പാസിറ്റി, ഇന്റേണൽ ആയിട്ടുള്ള ജനറേഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇന്റേണൽ ആയിട്ടുള്ള ജനറേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ ഹൈഡ്രോ സോഴ്സസ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇതെല്ലാം വൈദ്യുതി ചാർജിലാണല്ലോ റിഫ്ലക്ട് ചെയ്യുക. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. സ്റ്റോറേജ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റോറേജ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വേണം. എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വേണമെന്നുള്ളത് പറഞ്ഞത്. അതുപോലെ തന്നെ കോൺട്രാക്ട്സ് പവർ പിന്നെ പൂർണ്ണമായും നമ്മുടെ ഇന്റേണൽ ജനറേഷനിലൂടെ നമുക്കിത് മീറ്റ് ചെയ്യാൻ കഴിയില്ല. എക്സ്റ്റേണൽ ആയിട്ട് വൈദ്യുതി പുറത്ത് കൊണ്ടുവരുന്നതിനുള്ള കോൺട്രാക്ട്സ് വേണം. കോൺട്രാക്ട്സ് മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് നെറ്റ്വർക്ക്. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈൻ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനം എന്താണ്? 2 ഉദാഹരണം അദ്ദേഹം കണ്ടല്ലോ. 3 ഉദാഹരണം, 2 ഉദാഹരണം പ്രധാനമാണ്. 3 പറഞ്ഞു. പക്ഷെ 2 അത് വളരെ എവിഡന്റ് ആണ്. ഒന്ന് നമ്മുടെ കരിന്തളം, പയ്യപ്പള്ളി, പിന്നെ മൈലാട്ടി, നമ്മുടെ ലൈൻ, അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ ഉത്തര മലബാറിന്റെ വികസനത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കും. കാരണം നിലവിലുള്ള പിന്നെ അരീക്കോട് മൈലാട്ടി ലൈൻ ഓവർലോഡ് ആണ്, ഇപ്പൊ തന്നെ ഓവർലോഡ് ആണ്. നമ്മള് എനർജി ട്രാൻസിഷനിലേക്കൊക്കെ പോവുകയാണ്. പ്രധാനമാണ് ഈ ലൈനിന്റെ നിർമ്മാണത്തിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്, എന്താണ് സഹകരണം, അവിടെ ലാൻഡ് അക്വിസിഷനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇഷ്യൂസ് ആണ്. അതുപോലെ മലപ്പുറം പാക്കേജിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി, അവിടുത്തെ സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ തടസ്സമായി നിൽക്കുന്നത് പബ്ലിക് പ്രൊട്ടസ്റ്റ് ആണ്. അപ്പൊ ഈ കാര്യത്തിൽ എന്താണ് ജനകീയ പിന്തുണ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഒരു ജനകീയ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അപ്പൊ ജനകീയ പിന്തുണ എപ്പോഴാണ് ഉണ്ടാവുക? ജനകീയ പിന്തുണ ഉണ്ടാവുക ഇതിലെ അപകടം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോഴാണ്. ഇപ്പൊ എല്ലാം ഒക്കെയാണ്. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമുക്ക് വലിയ തടസ്സങ്ങളും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന അപകടം എന്ത് എന്ന് ജനങ്ങൾക്ക് അറിയില്ല. കാരണം അവര് ആ സാങ്കേതിക മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വൈദ്യുതി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിനുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ. അപ്പൊ അതാണ് അതിന്റെ ഒരു മർമ്മം. ജനകീയ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വിതരണ രംഗത്തെ കാര്യങ്ങളും പറഞ്ഞു. ഇതൊക്കെയാണ് അതിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇനി പ്രതികരണങ്ങളിലേക്ക് അതിന്റെ ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ശ്രീധരേട്ടൻ. പ്രതികരണമാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആദ്യമായി സംസാരിക്കുന്നത് തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ യമുന റാണിയാണ്. അതിനുവേണ്ടി അപേക്ഷിക്കുന്നു. നമസ്കാരം. നവകേരളം വൈദ്യുതി വികസനവും സെമിനാറിന്റെ ഏറ്റവും ആരാധ്യനായ അധ്യക്ഷൻ ടി പി ശ്രീധരേട്ടൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ഓഫീസേഴ്സ്, ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരുപക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല നിലയിൽ പവർക്കെട്ട് അതൊന്നും ഇല്ലാത്ത ഒരു നല്ല വർത്തമാന കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീക്കറോട് പറയുകയുണ്ടായി, ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഉപഭോഗം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ നമ്മുടെ നൂതനമായ ഇതിലൂടെ, സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് പറയുകയാണ്. കാരണം ഇത് എടുക്കാതിരുന്ന ഒരു സാധനം. അപ്പൊ ഇതിന് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തുള്ള സ്ഥലം വിട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ സബ് സെന്ററുകളുടെയൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ഷൈൻരാജ് ഉദ്യോഗസ്ഥനിവിടെ KCB അസോസിയേഷന്റെ അവർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കറിയാം, ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ഉപഭോഗം കുറയാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. എപ്പോഴും ഇത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെ സംരക്ഷിക്കാനോ അല്ല നിലനിർത്താനോ ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളുടെ
പ്രയോഗവും കണ്ടുപിടുത്തമൊക്കെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലെ കാര്യങ്ങളും എടുത്തിവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സബ്സ്റ്റേഷന്റെ ഒരു അഭാവം ഇവിടെയുണ്ട്. അപ്പോൾ വളരെ വലിയ തരത്തിലുള്ള ടൂറിസം പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ നഗരത്തിനകത്ത് അതിന്റെ DPR ഒക്കെ പാസ്സായി കഴിഞ്ഞ ഈ സമയത്ത് ഇതൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടും വൈദ്യുതി ആവശ്യമാണ്. മറ്റ് പാർക്കുകൾ ഉടനെ തന്നെ അതിന്റെ സജ്ജീകരണത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇത്തരം വരുമ്പോൾ ഇതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് വൈദ്യുതിയുടെ ആവശ്യം കൂടുമ്പോൾ ഇതില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിക്ക് ഒരു സബ്സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം കോടിയേരി, അതുപോലെ തന്നെ പറങ്കുന്ന്, ധർമ്മടത്തൊക്കെയാണ് നമ്മുടെ സബ്സ്റ്റേഷൻ ഉള്ളത്. നമ്മുടെ കടല്, കോട്ട, പിന്നെ മറ്റ് സൗകര്യങ്ങളിലൂടെയൊക്കെ ഇത് കൊണ്ടുവരിക തലശ്ശേരിയിലേക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ KCBയുടെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സബ്സ്റ്റേഷൻ ഒന്നും തലശ്ശേരിയിൽ സ്ഥാപിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാനിടയുണ്ട്. കാരണം ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടെങ്കിൽ ഈ പട്ടണം ഇരുട്ടിലാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ തലശ്ശേരിയിൽ ഒരു സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് മുൻപാകെ വെക്കാനുള്ളത്. അപ്പൊ ഇതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും കുറച്ച് സമയം വൈകി ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇതിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും നമുക്ക് അറിയില്ലെങ്കിലും തലശ്ശേരിയിൽ ഒരു സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടി തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളാട്ടെ ഇനി അടുത്തത് എന്നാണ് ഈ സെമിനാറിന് മുമ്പാകെ വെക്കാനുള്ളത്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അടുത്തത് TR വസന്ത മാസ്റ്ററാണ്. തലശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. അത് അദ്ദേഹം സംസാരിക്കാൻ ഉപയോഗിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സെമിനാർ അസോസിയേഷന്റെ സെമിനാർ നവകേരളവും വൈദ്യുതി വികസനവും ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ, അതുപോലെ ഈ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ CITU ജില്ലാ ചെയർമാൻ സെക്രട്ടറി സർ TP ശ്രീധരൻ, വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, കുറേ കാര്യങ്ങൾ വൈദ്യുതിയെക്കുറിച്ച് നമ്മളൊക്കെ പത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലും അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതല്ലാതെ കുറേ വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച ശ്രീ ഷൈൻ രാജൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെയുള്ള ഒരു വൈദ്യുത വകുപ്പിന്റെ മുഖമല്ല ഇപ്പോൾ നമുക്കുള്ളതെന്ന് പരക്കെ സമ്മതിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണെങ്കിൽ വൈദ്യുതി ഉണ്ട് എന്ന് പേരിന് പറയാമെങ്കിലും അതിന്റെ ഫിലമെന്റ് മാത്രം കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്ന നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ത്രിതല സംവിധാനങ്ങൾ വന്ന ആ സമയത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ചാണ് അന്ന് സ്കൂളുകളിലൊക്കെ വൈദ്യുതി ഇല്ല. രാത്രി 12 മണി വരെയൊക്കെ ഇതുപോലെ ഒരു ആ ലൈന് മാത്രം കാണും. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചത്. ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ മലബാർ മേഖലയും പ്രത്യേകിച്ച് കേരളവും ഒക്കെ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വൈദ്യുത വകുപ്പിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളെ സംബന്ധിച്ചും പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഒരു മുഖമാണ് വൈദ്യുത വകുപ്പിനുള്ളത് എന്നുള്ള കാര്യത്തിൽ അവിതർക്കിതമായ ഒരു കാര്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ മേഖലയിൽ നടത്തിയിരിക്കുന്ന പരിഷ്കരണങ്ങളും ജീവനക്കാരുടെ വേതനഘടന ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. ഇപ്പം ആളുകൾ നാളെ കൈക്കൂലി വാങ്ങുന്നവരാണ് KSEBക്കാരെന്നൊന്നും പഴയതുപോലെ പറയാറില്ല. അതിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100% പവർ കട്ടും അതുപോലെ തന്നെ 3 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ മനസ്സിലുണ്ട്. അതും നമുക്ക് മാറിക്കിട്ടി. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇപ്പം വളരെ സംതൃപ്തരാണ്. പക്ഷേ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അതിലൂടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം
നമ്മുടെ വടക്കൻ മേഖലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടായേക്കാനിടയുള്ള ചില പ്രതിസന്ധികളെ സംബന്ധിച്ചാണ്. ഇവിടെ കുടകിൽ നിന്നുകൊണ്ടുള്ള ഉടുപ്പി കരിന്തളം ലൈൻ അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ ഗവൺമെന്റിന്റെ കാലത്താണ് കൊച്ചി ഇടവൺ യാഥാർത്ഥ്യമായത്. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ജനസാന്ദ്രത കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ സ്ഥലം എടുക്കുമ്പോഴും ലൈന് പോകുമ്പോഴൊക്കെ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. അതില്ലാതെ നമുക്കിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതിന്റെ തിരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം, ഈ ഇടനാട് എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനെയൊക്കെ മറികടക്കാൻ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം. ഗെയിൽ വരുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, അതിന്റെ അപകടങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് പിന്നെ ആളുകൾ പ്രതിഷേധിച്ചു, അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ഗെയിൽ ഇനി യാഥാർത്ഥ്യമാകില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പൈസ കിട്ടിയോണ്ടൊന്നും ആ പ്രയാസങ്ങൾ തീരില്ല. അതൊക്കെ പ്രയാസങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ അതുപോലെ അതിനൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടും ഭാവിയിൽ നമ്മൾ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിയും, അതുപോലെ അതിന് ആകർഷകമായ രീതിയിൽ ഇപ്പോൾ ഹൈവേ ബൈപ്പാസിന്റെ ഭാഗമായിട്ട് നമുക്കറിയാലോ, ഹൈവേയുടെ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനൊരു വിഹിതം കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ആളുകളെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുക, അത് ബോധവൽക്കരണം വേണ്ടി വരും. അതുപോലെ തന്നെ നല്ല പ്രതിഫലം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാവിയിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടായേക്കാവുന്ന വൈദ്യുത പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് ഈ ലൈൻ യാഥാർത്ഥ്യമായി പറ്റും. സബ്സ്റ്റേഷനുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പരിധിവരെ നമ്മൾ ഈ വോൾട്ടേജ് ക്ഷാമൊക്കെ പരിഹരിക്കുന്നത് സബ്സ്റ്റേഷൻ വ്യാപകമായതോടുകൂടിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു, തലശ്ശേരിയിൽ ഈ സബ്സ്റ്റേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു ഒരു ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരേണ്ടതുണ്ട്. KSEBക്ക് ബോധ്യമുണ്ട്, അതിന്റെ കൺസംഷനുമായി ബന്ധപ്പെട്ട് പിന്നെ എന്തൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ച് അറിയാം. പക്ഷെ അത് ജനകീയ ആവശ്യമായിട്ട് ഉയർന്നു വരണമെങ്കിൽ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ കൂടി ചേർന്നിട്ട് ആ രംഗത്തേക്ക് വരേണ്ടി വരും. അങ്ങനെ ഒരു പ്രക്ഷോഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും അതൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. നമുക്ക് അറിയാം, നമ്മുടെ ആവശ്യം ജനസംഖ്യ കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ്. അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ താരതമ്യേന കുറവാണ്. അതേസമയത്ത് നമ്മൾ പിന്നെ സൗരോർജത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിനെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഈ കൊണ്ടുവരുന്നതെല്ലാം ഈ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കൺകറന്റ് വൈദ്യുതി കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാൽ നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു വിലക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ തിന്നുന്ന നമ്മൾ അരിക്ക് പോലും പിന്നെ കണക്ക് പറയുകയും അതുപോലെ തന്നെ നിശ്ചയിക്കുകയും തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വൈദ്യുതി ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുപോലെ നമുക്ക് പവർ ഗ്രിഡിൽ നിന്നൊക്കെ കിട്ടേണ്ട വൈദ്യുതി കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് ചിലപ്പോൾ മറികടക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ ഇതിന്റെ ഈ സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പം വ്യാപകമായിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും അതിലും ശക്തമായ ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഇത് രണ്ടും കൂടി ആവുമ്പോൾ മാത്രമേ നമുക്ക് പ്രസരണ നഷ്ടത്തിൽ നമുക്ക് ഈ തിരക്ക് പിടിച്ച റോഡുകളിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരു പരിധിവരെ പ്രസരണ നഷ്ടം കൂടി കുറക്കാൻ കഴിയും. അങ്ങനെ അതിന്റെ ഉൽപാദനവും വിതരണവും ഒക്കെ. അടുത്തത് സജീവ് മറോളി, KPCC മെമ്പറാണ്. സജീവ് മറോളി. അവതരണത്തിലും നമുക്ക് ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള
പദ്ധതികൾ വരേണ്ടതിനെ കുറിച്ചുമൊക്കെ ഏതാണ്ട് ഇവിടെ പ്രതിപാദിച്ചു. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ജനങ്ങൾക്ക് സേവനമെത്തിക്കാൻ വൈദ്യുതി ബോർഡും അതിന്റെ ജീവനക്കാരും കാണിക്കുന്ന ശുഷ്കാന്തിയും ആത്മാർത്ഥതയും തീർച്ചയായും പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. പണ്ടൊക്കെ നമ്മൾ കേട്ടത് ഫിലമെന്റ് കത്തുന്നുണ്ട്, വെളിച്ചമില്ല. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് വോൾട്ടേജ് ക്ഷാമം ഒരു വലിയ പരാതിയാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വൈദ്യുതി വിതരണ രംഗത്ത് വളരെ നല്ല ഒരു അത്യാവശ്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി വരുന്ന ആളുകളിലും അതാണ്. വൈദ്യുതി മേഖലയിൽ കൂടുതൽ പദ്ധതികൾ, ഉൽപാദന രംഗത്ത് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരികയും അതോടൊപ്പം ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു വിഷയം വസന്തമാഷ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ അത് പറയാൻ ഉദ്ദേശിച്ചതാണ്. പ്രസരണ നഷ്ടം ഇപ്പൊ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസരണ നഷ്ടം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നൂതനമായ സാങ്കേതിക വിദ്യ